ഓക്കെ. നമ്മൾ ബെർണോളിസ് തിയറം വെച്ചിട്ടുള്ള അടുത്ത ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് അല്ലെങ്കിൽ ഡിവൈസ് ആണ് പിട്ടോ ട്യൂബ് എന്ന് പറയും. അപ്പോൾ നമ്മുടെ രണ്ട് ഡിവൈസ് പറ്റി നമ്മൾ പഠിച്ചു. ഒന്ന് വെഞ്ചുറി മീറ്റർ, പിന്നെ അടുത്തത് ഒറിഫീസ് മീറ്റർ. രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അതിൻ്റെ ഡെറിവേഷന് പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ബെർണോളിസ് തിയറം യൂസ് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു വെലോസിറ്റി ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് പിട്ടോ ട്യൂബ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നോക്കുക, നമ്മുടെ പിട്ടോ ട്യൂബ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ആണ് നമ്മൾ പിട്ടോ ട്യൂബ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. ഒരു പൈപ്പിൻ്റെ ഫ്ലോയ്ക്കുള്ളിലേക്ക് നമ്മൾ പിട്ടോ ട്യൂബിനെ ഇൻസേർട്ട് ചെയ്യാണ്. പിട്ടോ ട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊരു റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഒരു ഗ്ലാസ് ട്യൂബാണ്. ദാണ്ടി കാണിച്ചിട്ടുണ്ട്. ഒരു ഇങ്ങനെ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു റെക്ടാങ്കിൾ ഷേപ്പിലുള്ള ഒരു ഗ്ലാസ് ട്യൂബാണ് നമ്മുടെ പിട്ടോ ട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ദ വെലോസിറ്റി ഓഫ് ഫ്ലോ അറ്റ് എനി പോയിന്റ് ഇൻ ദ പൈപ്പ് ഓർ എ ചാനൽ. ഒരു ചാനലിനുള്ളിലുള്ള ഏതൊരു പോയിന്റിലെയും വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിട്ടോ ട്യൂബ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ദാറ്റ് ഇഫ് ദ വെലോസിറ്റി ഓഫ് ഫ്ലോ അറ്റ് എ പോയിന്റ് ബിക്കം സീറോ. സോ നമുക്കറിയാം, നമുക്കിവിടെ ഉണ്ടാകുന്ന വണ്ണിലെ ഒരു പ്രഷർ ഉണ്ടാകും, അവിടെ നമുക്കൊരു വെലോസിറ്റി ഉണ്ടാകും. എന്നാൽ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഒരു പിട്ടോ ട്യൂബ് നമ്മൾ വെച്ച് കഴിയുമ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ഏരിയയിലോട്ട് നമ്മളതിനെ കൊണ്ടുവരികയാണ്. അപ്പം നമ്മൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു പോയിന്റിൽ ട്യൂബ് എന്ന് പറയുന്ന ഈ ട്യൂബിനുള്ളിലുള്ള അല്ലെങ്കിൽ ഈ പോർഷനിലെ വെലോസിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാകും. അതായത് സീറോ എന്ന് പറഞ്ഞ് നമ്മൾ അസ്യൂം ചെയ്യും. അപ്പോൾ സീറോ നമ്മൾ അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ നോക്കി ഇവിടെ നമുക്കറിയാം, ബെർണോളിസ് തിയറം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ P1 ഡിവൈഡ് ബൈ റോ ജി പ്ലസ് V1 സ്ക്വയർ ഡിവൈഡ് ബൈ 2G പ്ലസ് Z1 ഈസ് ഈക്വൽ ടു P2 ഡിവൈഡ് ബൈ റോ ജി പ്ലസ് V2 സ്ക്വയർ ഡിവൈഡ് ബൈ 2G പ്ലസ് Z2 എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. അതിനകത്തുനിന്ന് P1 ഡിവൈഡ് ബൈ റോ ജി എന്ന് പറയുന്നത് പ്രഷർ എനർജിയാണ്. V1 സ്ക്വയർ ഡിവൈഡ് ബൈ 2G ആ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈനറ്റിക് എനർജിയാണ്. Z എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്തു നിന്ന് Z1 ഈസ് ഈക്വൽ ടു Z2 ഹൊറിസോണ്ടലായിട്ട് തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുമായിരിക്കും, Z1 ഉം Z2 നമുക്ക് ഈക്വൽ ആയിരിക്കും. പിന്നെ ബാക്കിയുള്ളത് P1 ഡിവൈഡ് ബൈ റോ ജി V1 സ്ക്വയർ ഡിവൈഡ് ബൈ 2G ആ ടേം ആണ് വരുന്നത്. അപ്പം ഇതിൽ നമുക്ക് വണ്ണിലെ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് V1 ആണ്, ട്യൂബിലെ വെലോസിറ്റി V2 ആണ്. പക്ഷേ നമ്മളവിടെ പിട്ടോ ട്യൂബ് വെച്ച് കഴിയുമ്പോഴത്തേനും അവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് സീറോയിലേക്ക് കുറയും. സീറോയിലേക്ക് നമ്മൾ വെലോസിറ്റി കുറയുമ്പം ഈ V2 എന്ന് പറയുന്നത് എന്തുമായിട്ട് പോയി, സീറോ ആയിട്ട് പോയി. അപ്പോൾ ബാക്കി V2 സ്ക്വയർ ഡിവൈഡ് ബൈ 2G എന്ന് പറയുന്ന ടേം ഫുള്ള് സീറോ ആയിട്ട് പോകും. അതായത് രണ്ടാമത്തെ കേസിലേക്ക് വരുമ്പം അവിടുത്തെ V2 സ്ക്വയർ ഡിവൈഡ് ബൈ 2G എന്ന് പറഞ്ഞാൽ എന്താണ്, കൈനറ്റിക് എനർജിയുടെ ടേം ആണ്. അപ്പോൾ നമുക്കറിയാം, എനർജി കൺസർവേഷൻ വെച്ചിട്ട് എനർജി എല്ലായിടത്തും ഈക്വൽ ആയിട്ട് തന്നെ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഈ വണ്ണിൽ ഉണ്ടായിരുന്ന P1 ഡിവൈഡ് ബൈ റോ ജി എന്ന് പറയുന്ന പ്രഷർ എനർജിയും V2 സ്ക്വയർ ഡിവൈഡ് ബൈ 2G എന്ന് പറയുന്ന കൈനറ്റിക് എനർജിയും കൂടെ ട്യൂബിലേക്ക് വന്നപ്പോൾ അവിടുത്തെ വെലോസിറ്റി സീറോ ആയി കഴിയുമ്പോൾ കംപ്ലീറ്റ് എനർജിയും പ്രഷർ എനർജി ആയിട്ട് മാത്രം എന്ത് ചെയ്തു, അവിടെ കൺവേർട്ട് ചെയ്തു. അപ്പം നമുക്ക് കംപ്ലീറ്റ് ഇവിടുത്തെ കൈനറ്റിക് എനർജി സീറോ ആയി പോയത് കൊണ്ട്, അതായത് V2 സീറോ ആയതുകൊണ്ട് എന്തായിട്ട് മാറി, അവിടുത്തെ പ്രഷർ എനർജിയിലേക്ക് കംപ്ലീറ്റ് എനർജിയും പ്രഷർ എനർജി ആയിട്ട് നമ്മൾ എന്താണ് അവിടെ കൺവേർട്ട് ചെയ്തു. അപ്പോൾ അവിടെയാണ്, അങ്ങനെയാണ് എനർജി അവിടെ കൺസർവ് ആയിട്ട് നിൽക്കുന്നത്. പിന്നെ ഇതിന്റെ ഷേപ്പ് പറഞ്ഞിരിക്കുകയാണ്, ലോവർ എൻഡ് വിച്ച് ഇസ് ബെൻഡ് ത്രൂ 90 ഡിഗ്രീസ് ഡയറക്റ്റഡ് ടു ദ അപ്സ്ട്രീം ഡയറക്ഷൻ. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നു. സോ ഇവിടെ നമുക്കിവിടെ P1 എന്ന് പറഞ്ഞ ഇന്റൻസിറ്റി ഓഫ് പ്രഷർ അറ്റ് പോയിന്റ് 1 ആണ്. V1 എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ഫ്ലോ അറ്റ് 1 ആണ്. V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ അറ്റ് പോയിന്റ് 2 ആണ്. V2 എന്ന് പറഞ്ഞാൽ വെലോസിറ്റി അറ്റ് പോയിന്റ് 2 ആണ്. അത് എത്രയാണ്, നമുക്ക് സീറോയിലോട്ട് കൊണ്ടുവന്നത് സീറോ ആണ്. പിന്നെ നമുക്കിവിടെ ക്യാപിറ്റൽ എച്ച് സ്മോൾ എച്ച് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ഈ ക്യാപിറ്റൽ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ണിലെ പ്രഷർ ഹെഡ് ആണ്. അതായത് വണ്ണിലെ പ്രഷറിനനുസരിച്ചിട്ട് ലിക്വിഡ് റൈസ് ചെയ്യുന്നത് ഇതിന്റെ ഈ ഒരു ഫ്രീ സർഫസ് വരെ മാത്രമേ ഈ ട്യൂബിനുള്ളിലെ ലിക്വിഡ് റൈസ് ചെയ്യത്തുള്ളൂ. സോ അതാണ് എച്ച്, അവിടുത്തെ പ്രഷർ ഹെഡാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സ്മോൾ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണ്, നമ്മുടെ ഈ ട്യൂബിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പ്രഷർ കൂടി, വെലോസിറ്റി അത്രയും കൂടെ കുറഞ്ഞിട്ട് അതുകൂടെ നമ്മൾ പ്രഷർ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ട് എച്ച് എന്ന് പറയുന്ന ഹൈറ്റ് ആണ് ഇവിടെ ഇൻക്രീസ് ചെയ്തത്. സോ എച്ച് പ്ലസ് സ്മോൾ എച്ച് ആണ് എന്ത് വരുന്നത്, ട്യൂബിലെ പ്രഷർ ഹെഡ് വരുന്നത്. അപ്പോൾ ഇതാണ് എച്ച്, ഡെപ്ത് ഓഫ് ദ ട്യൂബ് ഇൻ ദ ലിക്വിഡ്. സ്മോൾ എച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈസ് ഓഫ് ലിക്വിഡ്
ടു ഇൻ ദ ട്യൂബ് എബോവ് ദ ഫ്രീ സർഫസ്. ഫ്രീ സർഫസിന് മുകളിലേക്ക് ഹൈറ്റ് ചെയ്താണ് നമ്മൾ ട്യൂബിലെ പ്രഷർ എനർജി കൂടിയപ്പോൾ സംഭവിച്ച കാര്യമാണ്. സോ നമ്മൾ ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നത് എന്താണ്? P1 ഡിവൈഡ് ബൈ റോ ജി പ്ലസ് V1 സ്ക്വയർ ഡിവൈഡ് ബൈ 2G പ്ലസ് Z1 ഈസ് ഈക്വൽ ടു P2 ഡിവൈഡ് ബൈ റോ ജി പ്ലസ് V2 സ്ക്വയർ ഡിവൈഡ് ബൈ 2G പ്ലസ് Z2. ഓക്കെ, ആ ഇക്വേഷനകത്തും നമ്മൾ Z1 Z2 നമുക്ക് ഒരേ ലൈനിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അത് നമ്മൾ രണ്ടിടത്തും ഈക്വലന്റ് ആയിട്ട് 0 ആയിട്ട് പോയി. പിന്നെ നമുക്കുള്ളത് P1 ഡിവൈഡ് ബൈ റോ ജി പ്ലസ് V1 സ്ക്വയർ ഡിവൈഡ് ബൈ 2G ഈസ് ഈക്വൽ ടു P2 ഡിവൈഡ് ബൈ റോ ജി പ്ലസ് V2 സ്ക്വയർ ഡിവൈഡ് ബൈ 2G ആണ്. അതിൽ V2 എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്രോൾ ട്യൂബ് നമ്മളവിടെ വെച്ചുകൊണ്ട് അവിടെ വെലോസിറ്റി 0 ആയിട്ട് പോയതുകൊണ്ട് V2 0 ആണ്. ബാക്കി വരുന്ന ടൈം എന്തേ ഉള്ളൂ? P1 ഡിവൈഡ് ബൈ റോ ജി പ്ലസ് V1 സ്ക്വയർ ഡിവൈഡ് ബൈ 2G ഈസ് ഈക്വൽ ടു P2 ഡിവൈഡ് ബൈ റോ ജി മാത്രമേ ഉള്ളൂ. ഇത് നോക്കുക, ഇതിൽ P1 ഡിവൈഡ് ബൈ റോ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പോയിന്റിലെ പ്രഷർ ഹെഡ് ആണ്. അപ്പൊ അതായത് P1 ഡിവൈഡ് ബൈ റോ ജി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ടൈം ആണ് H എന്ന് പറഞ്ഞു തന്നിരിക്കുന്നത്. P2 ഡിവൈഡ് ബൈ റോ ജി എന്ന് പറയുന്നത് ഈ സ്മോൾ h ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ P1 ഡിവൈഡ് ബൈ റോ ജിക്ക് ക്യാപിറ്റൽ എച്ച്, P2 ഡിവൈഡ് ബൈ റോ ജി എന്ന് പറയുന്നത് ഈ ഹെഡും അതിന്റെ കൂട്ടത്തിൽ ഈ സ്മോൾ h കൂടെ ചേരുന്നതാണ് ക്യാപിറ്റൽ എച്ച്, സ്മോൾ h പ്ലസ് ക്യാപിറ്റൽ എച്ച് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നമ്മൾ ഓരോന്ന് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. P1 ഡിവൈഡ് ബൈ റോ ജിയുടെ സ്ഥാനത്ത് ക്യാപിറ്റൽ എച്ചും P2 ഡിവൈഡ് ബൈ റോ ജിയുടെ സ്ഥാനത്ത് സ്മോൾ h പ്ലസ് ക്യാപിറ്റൽ എച്ച് കൊടുക്കും. അപ്പൊ നമ്മൾ ഇക്വേഷൻ എന്തായി? ക്യാപിറ്റൽ എച്ച് പ്ലസ് V1 സ്ക്വയർ ഡിവൈഡ് ബൈ 2G ഈസ് ഈക്വൽ ടു സ്മോൾ h പ്ലസ് ക്യാപിറ്റൽ എച്ച്. ദെൻ ഇക്വേഷൻ ബിക്കം സ്മോൾ h ഈസ് ഈക്വൽ ടു V1 സ്ക്വയർ ഡിവൈഡ് ബൈ 2G. അതായത് V1 സ്ക്വയർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2GH എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. അതിനകത്തുനിന്ന് V1 എന്ന് പറഞ്ഞ എന്താണ്? സോറി, V1 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2GH എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. അതിനകത്തുനിന്ന് V1 അതിന്റെ റൂട്ട് എടുക്കുക, ദെൻ V1 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2GH ആണ്. നമ്മളിനി ആക്ച്വൽ വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കണം. ഇത് തിയററ്റിക്കൽ വെലോസിറ്റി ആണ്. പ്രോബ്ലത്തിൽ നമ്മൾ ആക്ച്വൽ വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് എന്ത് യൂസ് ചെയ്യുന്നു? നമ്മൾ CV എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ടൈം നമ്മൾ അതിനോട് മൾട്ടിപ്ലൈ ചെയ്യും. അത് CV എന്ന് പറഞ്ഞ കോഎഫിഷ്യന്റ് ഓഫ് പിറ്റ്യൂട്ടറി ആണ്, നമുക്ക് ക്വസ്റ്റിനിൽ തരും. ദെൻ ആക്ച്വൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു V ഈസ് ഈക്വൽ ടു CV ഇൻറ്റു റൂട്ട് ഓഫ് 2GH. അപ്പം ഈ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ ട്യൂബിൻ്റെ അത് പഠിച്ചു വെക്കേണ്ടത്. എന്താണ് ഇത്രേ ഉള്ളൂ. ഏതാണ് അതിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കുക. ഇക്വേഷൻ V ഈസ് ഈക്വൽ ടു CV ഇൻറ്റു റൂട്ട് ഓഫ് 2GH. ഇതിൽ H എന്ന് പറയുന്നത് റൈസിൻ ലിക്വിഡിനകത്തെ ആ എത്ര ഹെഡ് ലിക്വിഡ് റൈസ് ചെയ്തു എന്നുള്ളതാണ്. നമുക്ക് ഡയറക്റ്റ് നമുക്ക് പ്രോബ്ലത്തിൽ തരും. അല്ലാന്നുണ്ടെങ്കിൽ H കണ്ടുപിടിക്കാൻ നമുക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ട്. H ഈസ് ഈക്വൽ ടു എന്താണ്? H ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു SH ഡിവൈഡഡ് ബൈ SO മൈനസ് 1. നമ്മൾ ഇന്നത്തെ പ്രോബ്ലത്തിലെല്ലാം നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഓക്കെ, എക്സ് നമ്മുടെ ലിക്വിഡ് റൈസ്, യൂട്യൂബ് മാനോമീറ്ററിലെ ലിക്വിഡ് റൈസ് ആയിരിക്കും എക്സ്. അല്ലാന്നുണ്ടെങ്കിൽ H കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ആണ് എന്ത്? P1 ഡിവൈഡഡ് ബൈ റോ ജി മൈനസ് P2 ഡിവൈഡഡ് ബൈ റോ ജി. ഓക്കെ, ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് H കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇതാണ് നമ്മുടെ ഡെറിവേഷൻ. ഈ ഇക്വേഷൻ എന്തായാലും പഠിച്ചു വെക്കുക. V ഈസ് ഈക്വൽ ടു CV ഇൻറ്റു റൂട്ട് ഓഫ് 2GH. ഇതിൽ നിന്നായിരിക്കും നമ്മൾ അതിൻ്റെ വെലോസിറ്റിയും ഫ്ലോ റേറ്റും എല്ലാം നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കാൻ എന്തുവാണ്? ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കാൻ ഒന്നുമില്ല. Q ഈസ് ഈക്വൽ ടു എന്താണ്? ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ്. ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ്. അത് ഇൻലെറ്റ് ഏരിയ ആണെങ്കിൽ A1 ഇൻറ്റു V1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡിസ്ചാർജ് കിട്ടും, അല്ലെങ്കിൽ ഫ്ലോ റേറ്റും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, താങ്ക് യു.